നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ ആരോഗ്യശീലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളും എല്ലാം അവരുടെ ഭാവി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും നമ്മൾ നൽകാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു ഘടകമാണ് സാമ്പത്തിക അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത എന്നെല്ലാം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഈ 4-5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടികളെയാണോ നമ്മൾ സാമ്പത്തികം പഠിപ്പിക്കുന്നത് എന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ സദസ്സിൽ തോന്നിയിരിക്കാം. അതിന് എനിക്കുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മുടെ കൊച്ചുകുട്ടികൾ പലപ്പോഴും നമ്മളോട് പല ആഗ്രഹങ്ങളും പറയാറുണ്ട്. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പറയാറുണ്ട്. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അവർ വാശി പിടിക്കുന്ന മിഠായി പൊതികൾ വാങ്ങിക്കൊടുക്കാത്തത് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒരുപക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല. അവരുടെ ആരോഗ്യം നശിക്കരുത് അല്ലെങ്കിൽ അവരുടെ പല്ലുകൾ കേടാവരുത് എന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. നമ്മൾക്കും കൂടെ നല്ലതാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ വളർന്നു വരുമ്പോൾ ഇവരുടെ ആഗ്രഹങ്ങളും ഇവരുടെ ഒപ്പം തന്നെ വളരും. കുറച്ച് കഴിയുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, ബൈക്കായിരിക്കാം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇവർ സ്വന്തമായി ഒരു അധ്വാനിച്ച് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ നേടുന്നത് വരേക്കും ഒരുപാട് ആഗ്രഹങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നേക്കാം. അപ്പൊ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമുക്ക് നിവർത്തീകരിച്ച് കൊടുക്കാൻ സാധിക്കുമ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല മാതാപിതാക്കളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതൊരു മോശം കാര്യമായിട്ടല്ല പറയുന്നത്. അതിനൊരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക സാക്ഷരതയുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെന്നൊരു ചോദ്യം വരാം. വളരെ എളുപ്പമാണ്. അവർക്ക് ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ അവർക്ക് നൽകുക. അതേസമയം അവർക്കുണ്ടാവുന്ന കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഒരു മിഠായി വാങ്ങാനായിരിക്കാം, കളിപ്പാട്ടം വാങ്ങാനായിരിക്കാം. ഇത്തരം ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അവരോട് ചിലപ്പോൾ പറയാം, ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല എന്നായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവുന്നത് പണം കായ്ക്കുന്ന മരം എവിടെയോ ഉണ്ട്, നമ്മുടെ വീട്ടിലില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കേണ്ടത് കൊച്ചു കൊച്ചു ജോലികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു ടാസ്കുകൾ അവർക്ക് കൊടുക്കാം. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൊച്ചു കൊച്ചു പാരിതോഷികങ്ങൾ അവർക്ക് കൊടുക്കാം. അത് അവർക്ക് അവരുടേതായ ഒരു സമ്പത്തായിട്ട് എങ്ങനെ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ചെലവഴിക്കാം എന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് പല രീതിയിലായിരിക്കാം. വീട്ടിലെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പാരിതോഷികമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സഹായങ്ങൾ അവർ ചെയ്തു തരുമ്പോൾ അവർക്ക് അതിനൊരു കൂലിയായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണ്, അതേപോലെ തന്നെ എത്ര പരിമിതമായിട്ടാണ് നമ്മുടെ വരുമാനം വരുന്നത് എന്നെല്ലാം കുട്ടികൾക്ക് അവരുടെ കുഞ്ഞു മനസ്സിൽ തന്നെ അത് എടുത്തു വയ്ക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ആ പൈസയിൽ നിന്ന് ചെലവഴിക്കുന്നതും അവർക്ക് സ്വതന്ത്രമായിട്ട് വിടുക. അതിൽ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് അവർക്ക് കിട്ടുന്ന, അവരുടെ കയ്യിൽ ഒരു 100 രൂപയാണുള്ളതെങ്കിൽ ആ 100 രൂപ മിഠായിക്ക് വേണ്ടി ചെലവഴിക്കണമോ കളിപ്പാട്ടത്തിന് വേണ്ടി ചെലവഴിക്കണമോ എന്നുള്ള ആ തീരുമാനം അവർക്ക് ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് അവർ അനുവദിക്കുക. ഇതിൽ അവർ പഠിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ വിഭവങ്ങൾ പരിമിതമാണ്, നമുക്ക് 100 രൂപയേ ഉള്ളൂ. അതേപോലെ തന്നെ മിഠായി വാങ്ങിച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടം വാങ്ങാൻ പറ്റില്ല, കളിപ്പാട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ മിഠായി വാങ്ങാൻ പറ്റില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്മൾ എക്കണോമിക്സിൽ അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട പല തീരുമാനങ്ങളും ഉണ്ട്. അതേസമയം ഇങ്ങനെ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ എന്നുള്ള ഒരു ലിമിറ്റ് ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ച് എവിടെ നിന്നാണ് പണം വരുന്നതെന്നും എത്രയാണ് ചെലവഴിക്കുന്നതെന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവില്ല. അവർ മിഠായിക്ക് വേണ്ടി വാശി പിടിക്കും, കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കും. ഈ ഒരു ചൊട്ടയിലെ ശീലം നമുക്ക് ചുടല വരെ എന്ന് പറയുന്ന പോലെ ഈ ഒരു സാമ്പത്തിക അച്ചടക്കം ഭാവിയിലും അവരുടെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാനത് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരിക്കാം, എല്ലാ സ്വാതന്ത്ര്യം അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ നമുക്ക് നിയന്ത്രിക്കാനാവുക? കാരണം അവർക്ക് മാർക്കറ്റിൽ പല കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ അത്തരം തെറ്റായ പർച്ചേസുകളിലേക്ക്, തെറ്റായ തീരുമാനങ്ങളിലേക്ക് കുട്ടികൾ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ നിയന്ത്രിക്കാൻ പറ്റും എന്നതും ഒരു ചോദ്യമാണ്. അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു റൂളും കൂടെ നിങ്ങൾ കുട്ടികളോട് പറയാം. അവരെപ്പോഴും ഇന്നത്തെ കാലത്ത് റൂൾ ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ അടുത്ത് കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു, നമ്മൾ ആ സമയത്ത് നമുക്ക് തോന്നിയ ഒരു മറുപടി പറഞ്ഞു,
കുറച്ച് കഴിഞ്ഞ് സമാനമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മളെ ചോദ്യം ചെയ്യും. അതെന്തുകൊണ്ടാ അച്ഛൻ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത് എന്നുള്ളത് ചോദിക്കും. കാരണം ആ റൂൾസ് ആണ് അവരുടെ മൈൻഡിൽ ഫീഡ് ആകുന്നത്. അതേപോലെ തന്നെ ഇത്തരം സാമ്പത്തിക അച്ചടക്കം അവർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു റിപ്പോർട്ടിംഗ് സമ്പ്രദായം വെക്കുക. നമ്മൾ കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വിനിയോഗിക്കാനായിട്ട് കൊടുക്കുന്ന പണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കാം. എന്നാൽ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നത് നമ്മളോട് കൃത്യമായിട്ട് നമുക്ക് അവർ റിപ്പോർട്ട് തരണം. അപ്പൊ ഞാനത് മിഠായി വാങ്ങുന്നതിനോട് ചെലവഴിച്ചു, ഞാൻ കളിപ്പാട്ടം വാങ്ങുന്നതിന് ചെലവഴിച്ചു. അപ്പൊ ഒരിക്കലും നമ്മളോട് പറയാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മള് ചീത്ത ശീലങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് പണം വിനിയോഗിക്കാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് തീരുമാനം എടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നല്ല അവസരം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അതൊരു സൊല്യൂഷൻ ആണെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളല്ല, കുറച്ച് കൗമാരപ്രായത്തിലെത്തിയ കുട്ടികൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കും. അവർക്ക് പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു സോഴ്സ് അവർക്ക് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് അവർ ചെയ്യുന്നുണ്ടാവുക ഒരു പക്ഷേ നമ്മളുടെ അടുത്ത് തന്നെ അവർ മോഷ്ടിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ കരഞ്ഞ് വാശി പിടിച്ച് ഒരു കാര്യം നേടിയെടുക്കുന്ന രീതിയിലൊക്കെ അവർ പോയേക്കാം. അപ്പൊ അവർ മനസ്സിലാക്കേണ്ടത് എനിക്ക് അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടൊക്കെ അറിയാൻ പറ്റുള്ളൂ, അച്ഛനും അമ്മയ്ക്ക് ഇതേപോലെ ഈ പണത്തിന് വേണ്ടി വേറെ ആരോടും പോയിട്ട് അറിയാൻ പറ്റില്ല. ആ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് കുട്ടികളുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതലേ കൊടുക്കുകയാണെങ്കിൽ, ആ ഒരു സാമ്പത്തിക സാക്ഷരത അവർ കൈവരിക്കുകയാണെങ്കിൽ ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്.